എല്ലാവർക്കും എട്ടാം ബന്ധത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ ഒരു ക്ലാസ്സാണ് കേട്ടോ. നോക്കിയേ, 21 സെൻറ്റിമീറ്റർ ആഴമുള്ള ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? മക്കളെ, 21 സെൻറ്റിമീറ്റർ ആഴമുള്ള ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം. ഗോളം എന്ന് വെച്ചാൽ എന്താ? അതായത് ക്ലിയർ എന്ന് പറയും അല്ലേ? ഗോളത്തിൻ്റെ ഇംഗ്ലീഷ് പേരെന്താ? ക്ലിയർ എന്നാണ് അല്ലേ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. 21 സെൻറ്റിമീറ്റർ ആഴമുള്ള ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ അതെങ്ങനെയാണ് ചോദിച്ചാൽ, മക്കളെ, ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്നത് 4/3 എന്താ? 4/3 πr³ അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 πr³. പിള്ളേരെ, ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ 4/3 πr³. ഇനി നമ്മൾ ഇത് ചെയ്യാം. 4/3 ഇൻറ്റു പൈ, അതായത് പൈയുടെ വില പ്രധാനമായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് 3.14 ഉണ്ട്, 22/7 ഉണ്ട്. ഏറ്റവും നല്ലത് 22/7 ചെയ്യുന്നതാണ്. മിക്കവാറുമുള്ള ചോദ്യത്തിനകത്ത് വരും. അപ്പോൾ പൈയുടെ വാല്യൂ 22/7. അപ്പോൾ ഓപ്ഷനകത്ത് പൈ ഉണ്ടെങ്കിൽ നിങ്ങൾ പൈക്ക് വില കൊടുക്കണ്ട. പൈ വെറുതെ അതേപോലെ അങ്ങ് എഴുതാൻ മതി. അതെ, ഇനി 4/3 അത് അതുപോലെ ഇനി പൈയുടെ വാല്യൂ കൊടുത്തു 22/7. R³ ആറെന്ന് വെച്ചാൽ എന്താ? ആരമാണ്, അതായത് റേഡിയസ് എന്ന് പറയും അല്ലേ? അപ്പോൾ ആരം എന്ന് ചോദിച്ചാൽ ആരം എത്ര? 21 അല്ലേ? അതിന് നിങ്ങളൊന്നും ചെയ്യണ്ട. 21 3 വെട്ടം. πr³ അല്ലേ? 3 വെട്ടം എഴുതിയാലും മതി, ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. മക്കളെ, ഈ 3ഉം ഈ 21 കൂടെ വെട്ടാൻ പറ്റും. 7 പ്രാവശ്യം ഈ 7ഉം കൂടെ വെട്ടാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്? 22 ഇൻറ്റു 4 88ആണ്. 88 21ഉം 21ഉം അതായത് 88 ഇൻറ്റു മക്കളെ 21 ഇൻറ്റു 21 441ആണ്. ഓക്കെ, അപ്പോൾ 20ൻ്റെ ഇപ്പം അതിൻ്റെ 20ൻ്റെ സ്ക്വയർ 400. അങ്ങനെ എടുത്താലും മതി. ബാക്കി 21ഉം 21ഉം കൂടെ മുട്ടയാൽ. ഓക്കെ ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ കുറിക്കുന്നു. അതായത് 22 ഇൻറ്റു 4 എത്ര? 88ആണ്. 88 വേറൊന്നും ചെയ്യാം. 88 ഇൻറ്റു 28 1 8 16 രാവിലെ 8 8 16 1 17 8 14 1848 21 വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. നമ്മുടെ ആൻസർ 38,808 സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് എഴുതുമ്പോൾ ഒരു ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാപ്തമല്ലേ ചോദിച്ചത്? വ്യാപ്തം എപ്പോഴും ക്യൂബാണ്. നിങ്ങളുടെ ചോദ്യത്തിനകത്ത് ഓപ്ഷനകത്ത് 38,808 അല്ലെങ്കിൽ 38,808 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കാണും. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഓടിപ്പോയാൽ എഴുതല്ലോ, മാറത്തങ്ങ് പോകും. വ്യാപ്തം എപ്പോഴും നമ്മൾ എഴുതുമ്പം ക്യൂബ് അവസാനം ഉണ്ടായിരിക്കണം. ഞാനിത് ചെയ്യാത്തത് ആദ്യം നിങ്ങളിത് ചെയ്ത് നോക്കുക. അതാണല്ലോ ഒരു കാര്യം. ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ട് വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് കാര്യം എന്താണോ ഓക്കെ ആയോ? അപ്പം 4/3 πr³. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്ന ഇക്വേഷനാണ് 4/3 πr³. അതേപോലെ വേറൊരു ചോദ്യം ഞാൻ നമ്പരൊന്ന് മാറ്റിയെങ്കിലുള്ളൂ. 6 സെൻറ്റിമീറ്റർ ആഴമുള്ള ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം. നേരത്തെ നമ്മൾ പൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ, പൈയുടെ വാല്യൂ 22/7 കൊടുക്കണം. ഇപ്രാവശ്യം നമുക്ക് പൈക്ക് വില കൊടുക്കാറൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ
ഗോളത്തിൻ്റെ വ്യാപ്തമാണ്. വ്യാപ്തം ആകുന്ന ഇക്വേഷൻ 4/3 πr ക്യൂബാണ്. ഇപ്പോഴേ എൻ്റെ ഊരിൽ അത് പഠിക്കണം. 4/3 πr ക്യൂബാണ് വ്യാപ്തം ആകുന്ന സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ. ഓക്കെ ആണോ? ആണ്. 4/3 അതുപോലെ എഴുതി ഇന്നു പൈക്ക് വില കൊടുക്കാനൊന്നും ചെയ്യാം. അതും ശരിയാ. ഓപ്ഷൻ എങ്ങനെയാ അതുപോലെ ഇന്നു ആറെത്രതാ? 6. 6 6 വെച്ചാൽ റേഡിയസ് ആരം. ഒന്നുകിൽ ഇത് 3 ഇങ്ങനെ എഴുതുന്നത് ചെയ്യാൻ എളുപ്പമാണ്. 2 പ്രാവശ്യം 4 2 8 6 8 48 ഇൻറ്റു 6 48 ഇൻറ്റു 6 6 8 48 8 4 6 4 24 4 28. അതായത് മക്കളെ നമുക്ക് പറയാം തന്നെ 288. ഇപ്പം പൈക്ക് വില കൊടുത്തില്ലല്ലോ. അപ്പം പൈ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ല. അപ്പം വ്യാപ്തം കാണുന്ന കാര്യം ഓക്കെയാണ്. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒരു കാര്യം എൻ്റെ പിള്ളേർക്ക് മനസ്സിലായി. ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്നത് എന്താ? 4/3 πr ക്യൂബാണ്. ഓക്കെ, ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 πr ക്യൂബാണ്. ഓക്കെ, അടുത്ത നോക്കാം. മക്കളെ അടുത്ത ഒരു ചോദ്യം നോക്കിയേ. നമ്മൾ നേരത്തെ എന്താ ചെയ്യുന്നത്? ഗോളത്തിൻ്റെ വ്യാപ്തമാണ് അല്ലേ? ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? ഉപരിതല വിസ്തീർണം. ചോദ്യം ഒന്ന് വായിക്കുക. 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എത്ര? മക്കളെ ഉപരിതല വിസ്തീർണം ആവാൻ, അതായത് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 4πr²ആണ്. കേട്ടോ? ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ആകുന്ന സമവാക്യം എന്തുവാ? 4πr². ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ആകുന്ന സമവാക്യം 4πr². ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ വിമാനവും ഒക്കെ പഠിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ഇട്ട കാര്യങ്ങളെല്ലാം കൂടെ വാരി വലിച്ചിട്ട് പഠിക്കാൻ നിൽക്കരുത്. ഒരുപാട് പഠിക്കാനുണ്ട്. എല്ലാത്തിനും ഇക്വേഷൻ വേണം. അപ്പം നിങ്ങൾ അത്യാവശ്യം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ തന്നെ അത് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ പറ്റും. എല്ലാവരും ഈ ഭാഗമൊന്നും നോക്കാറില്ല. അതുകൊണ്ടാണ്. അപ്പം ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ആകുന്നത് 4πr² അല്ലെങ്കിൽ 4πr² നമ്മൾ ചെയ്താലോ? 4 അതുപോലെ എഴുതി. പൈക്ക് വില കൊടുത്താലും കൊടുത്തില്ലേലും കുഴപ്പമില്ല. 4π ഇൻറ്റു r². ഏതാ മക്കളെ? r² എന്ന് വെച്ചാൽ ആറെന്ന് വെച്ചാൽ ആരമാണ്? 10ആണ്. 10ൻ്റെ സ്ക്വയർ 100ആണ്. വേറൊന്നിൽ നിങ്ങൾ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 10 ഇൻറ്റു 10 എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും ആൻസർ ഒന്ന് തന്നെ. അപ്പം പൈക്ക് 10 100ആണ്. 100 ഇൻറ്റു 4 400ആണ്. 400π സെൻറ്റിമീറ്റർ² അല്ല. ഉപരിതല വിസ്തീർണം എഴുതുന്ന സമയത്ത് സ്ക്വയറാണ്. ആ ഇക്വേഷനകത്ത് സ്ക്വയറല്ലേ? അപ്പോൾ ഉപരിതല വിസ്തീർണത്തിനും എന്താ? സ്ക്വയറാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ 4/3 4/3 ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്ന സമവാക്യമാണ് 4/3 ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കാണുന്നത് 4πr². ഓക്കെ, ശരിയാണ്. എളുപ്പമാണ്. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിന് ആൻസർ കിട്ടും. ഓപ്ഷനാക്കുന്നതായി 400π 300π ഓപ്ഷനാക്കുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പൈക്ക് വാല്യൂ കൊടുക്കണ്ട. പൈ ഓപ്ഷനാക്കില്ലെങ്കിൽ പൈക്ക് 22/7 അല്ലെങ്കിൽ 3.14 ഒക്കെ കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മക്കളെ ഈ ചോദ്യം ഉണ്ടല്ലോ,
ഈ ചോദ്യം ഒരു പരീക്ഷ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്തുവാ? ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 144 പൈ സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഓക്കെ. ആ ഗോളത്തിൻ്റെ ആരം എത്ര? നമ്മളിവിടെ നേരത്തെ പഠിച്ചത് വ്യാപ്തം, ഉപരിതല വിസ്തീർണം, ഇതൊന്നുമല്ല ചോദിച്ചിട്ടുണ്ട്. ഉപരിതല വിസ്തീർണം കണ്ടിട്ടുണ്ട്, അതിൻ്റെ ആരമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. മക്കളെ, ഈ ആരം എന്തുവാന്ന് അറിയാമോ? ഒരു ഉദാഹരണം ഞാനൊന്ന് വരയ്ക്കുക. അതെ, ഇതൊരു ഗോളമാണെങ്കിൽ ഇത് ഗോളത്തിൻ്റെ കേന്ദ്രമാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് പകുതി ആ ഗോളത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അടുത്ത സെൻറ്ററിലേക്കുള്ള ഇതാണ് ആരം എന്ന് പറയുന്നത്. ഈ ഒരു വര, ഈ ഒരു ചാറ് ഫുള്ള് വരയ്ക്കുവാണ് അതിനെ വ്യാസം എന്ന് പറയും. ഈ വലിയ വരയാണ് വ്യാസം. ഇതിൻ്റെ പകുതി അവിടം വരെയുള്ളെങ്കിൽ അത് ആരമാണ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ആരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇനി നമുക്ക് ഈ ചോദ്യം ചെയ്യാം. ഒരു ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 144 പൈ സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. എൻ്റെ വോയിസ് എന്ന് എല്ലാവർക്കും അറിയാം. ഉപരിതല വിസ്തീർണം ആകുന്നത് 4 πr സ്ക്വയറാണ്. കുറച്ച് മുമ്പേ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. 4 πr സ്ക്വയർ. അതാണ് നമുക്കിവിടെ തന്നേക്കുന്നത് 144. ചോദ്യത്തിലുണ്ടല്ലോ. ഓക്കെയാണ്. 4 πr സ്ക്വയർ 144. അപ്പം ഈ πr സ്ക്വയർ, അതായത് r സ്ക്വയർ കണ്ടുപിടിക്കാൻ ഈ സാധനത്തെ അങ്ങ് ഇപ്പോഴും കൊണ്ടുപോകണം. അതായത് 144/4. 144/4 നമുക്ക് എല്ലാവർക്കും അറിയാൻ ഇപ്പോൾ 36ആണ്. ഓക്കെ, ഞാൻ പൈ പയ്യാർ സ്ക്വയർ അല്ലെ പയ്യാർ, ഈ 4 πr സ്ക്വയറാണ് 36 ഇവിടെ കിട്ടിയത്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ആരമാണ് വേണ്ടത്. ഒരിക്കലും ഇത് ആരമല്ല. ഇനി πr സ്ക്വയറാണ് 36. ഇനി r സ്ക്വയർ അല്ലേ r സ്ക്വയറാണ് r സ്ക്വയറാണ് 36 എന്ന് പറയുന്നത്. അപ്പോൾ ആറെങ്ങനെ കണ്ടുപിടിക്കും? ഈ സ്ക്വയർ ഇപ്പോൾ പോകുന്നത് √36. അതിൻ്റെ റൂട്ട് അങ്ങനെ എടുത്താൽ മതി 6. അപ്പോൾ ഈ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 144 പൈ സെൻറ്റിമീറ്റർ സ്ക്വയറാണെങ്കിൽ ആ ഗോളത്തിൻ്റെ ആരം എത്ര? 6 സെൻറ്റിമീറ്റർ. ഓക്കെ ആണ്. സംഭവമൊന്നുമില്ല, സിമ്പിളാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം 6ആണല്ലോ നിങ്ങൾ ആരം തെറ്റിയേ. ഈ 6 ആരത്തിനകത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ പറ്റും. അതെ, നോക്കിക്കോ. ഉപരിതല വിസ്തീർണം 4 πr സ്ക്വയറാണ്. ഓക്കെയാണ്. 4 അതുപോലെ എഴുതി ഇൻറ്റു പൈ അതുപോലെ എഴുതി r സ്ക്വയർ. 6 × 6 കിട്ടും. 6 4 24. 24 × 6 എന്താ 144 വരും. ഓക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഉപരിതല വിസ്തീർണം കണ്ടിട്ട് ആ ഗോളത്തിൻ്റെ ആരം കാണാൻ ചോദിക്കാനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അതെ, ഒരു ചോദ്യം കണ്ടോ? ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിച്ചാൽ, അതായത് ഇതെപ്പോഴും ചോദിക്കുന്ന ഈ മോഡൽ, ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാവും? അതായത് ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിക്കുക. ഇപ്പോൾ ഉദാഹരണം 4 ആരമുള്ള ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിച്ചാൽ അത് 8 എന്ന് പറയുന്നത് പോലെ ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാവും? എന്നാൽ ഒന്നുമില്ല, വ്യാപ്തം എത്ര മടങ്ങാവും ഞാൻ ചോദിക്കുന്നത്. വ്യാപ്തം എന്താ? വ്യാപ്തം എപ്പോഴും യൂസിലാണ് നമ്മൾ അറിയാം അല്ലേ? ഇരട്ടിക്ക് എന്ന് വെച്ചാൽ 2 വെട്ടമാണ്, ഇരട്ടിയാവുക. അപ്പം 2ൻ്റെ യൂസ് അങ്ങനെ എടുത്താൽ മതി. നമുക്ക് പറയാം 8.
ഇനി പരീക്ഷാഹാളിൽ പോയിരിക്കുന്ന ഇതല്ല, ഇരട്ടിക്കുന്നു എന്നല്ല ചോദിക്കുന്നത്. നിങ്ങളോട് ചോദിക്കും 3 മടങ്ങായാലോ? അപ്പം 3ന്റെ സ്ക്വയർ അല്ല, സോറി, 3ന്റെ ക്യൂബ് 27. ഇനി 4 മടങ്ങായാലോ? 4ന്റെ ക്യൂബ് 4 16 64. ഇനി 5 മടങ്ങായാലോ? 5ന്റെ ക്യൂബ് 125. അപ്പോൾ എളുപ്പമാണ്. സംഭവം നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിക്കാൻ നോക്കണം. വ്യാപ്തമാകുന്ന ക്യൂണ ഉപരിതല വ്യക്തികളാണെങ്കിൽ ഒയറെടുത്താൽ മതി കേട്ടോ. വ്യാപ്തം എപ്പോഴും ക്യൂ തന്നെ. അപ്പോൾ അതിൻ്റെ ക്യൂണെടുത്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇത്രയും നേരം എൻ്റെ വോയിസിലൂടെ അല്ലെങ്കിൽ എട്ടാം ബന്ധവിൻ്റെ ഈ ക്ലാസ് കണ്ട ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഈ ചോദ്യം ആറും ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയട്ടെ. 2 ദൂരങ്ങളുടെ വ്യാപ്തം തമ്മിലുള്ള അംശബന്ധം 27:125 ഓക്കെയാണ്. ആയാൽ ആരം തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? മക്കളെ, വ്യാപ്തം തമ്മിലുള്ള അംശബന്ധമാണ് 27:125. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് നോർമലി അറിയാം. വ്യാപ്തം എന്ന് പറയുന്നത് വോളിയം, വ്യാപ്തം എപ്പോഴും ക്യൂബാണ് അല്ലേ? വ്യാപ്തം എന്ന് വെച്ചാൽ എന്താ? ക്യൂബിലാണ് നമ്മൾ പറയുന്നത് അല്ലേ? ഏതാ ആ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ് 27:125. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഏതോ സംഖ്യയുടെ ക്യൂബാണ് 27, മറ്റേതോ ഒരു സംഖ്യയുടെ ക്യൂബാണ് 125. അപ്പം എന്താ? ക്യൂബ് റൂട്ട് എടുത്താൽ മതി. 3ന്റെ ക്യൂബാണ് 27, 5ന്റെ ക്യൂബാണ് 125. ഓക്കെ ആണോ? മനസ്സിലായോ? സംഭവം ശരിയാണ്. ഓക്കെ ആണ്. നിസ്സാര കാര്യമാണ്. എന്താ ആ ഒരു നിയമം പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇന്നത്തെ ക്ലാസിൻ്റെ ലാസ്റ്റ് ചോദ്യമാണ്. ചോദ്യം നോക്കിയേ. 30 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ദൂരത്തിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ പോയിന്റില്ലേ? വെറും 5ആണ്. 30 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ദൂരത്തിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര ദൂരങ്ങൾ ഉരുട്ടിയെടുക്കാം? ഇതാണ് ചോദ്യം. ഞാനൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആരവും എപ്പോഴും ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം. വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞുകൂടാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം, അപ്പം വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. ഓക്കെ, ഈ ചോദ്യം ഒന്ന് നോക്കി. ഇത് ഒരു ചെറിയ ഒരു ഉദാഹരണമുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് കണ്ടുപിടിക്കാൻ വലിയ ദൂരത്തിൻ്റെ വ്യാപ്തം, അതായത് വലിയ ദൂരത്തിൻ്റെ വ്യാപ്തം ബൈ ചെറിയ ദൂരത്തിൻ്റെ വ്യാപ്തം. 30 സെൻറ്റിമീറ്റർ വ്യാസമുള്ളത് വലിയ ദൂരമാണ്, 5 സെൻറ്റിമീറ്റർ ആരമുള്ളത് ചെറിയ ദൂരമാണ്. അപ്പം 2 ദൂരം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 30 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ദൂരത്തിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര ദൂരങ്ങൾ ഉരുട്ടിയെടുക്കാം? ഒന്ന് പറഞ്ഞേ. വലിയ ദൂരത്തിൻ്റെ വ്യാസം ബൈ ചെറിയ ദൂരത്തിൻ്റെ വ്യാസം. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ വലിയ ദൂരത്തിൽ നിന്ന് ഉരുട്ടിയെടുക്കാവുന്ന ചെറിയ ദൂരങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ ആ ചോദ്യമാണിത്. വലിയ ദൂരമുണ്ട്, അതിനകത്ത് 5 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര ദൂരങ്ങൾ ഉരുട്ടാം എന്ന് വെച്ചാൽ എത്ര ചെറിയ ദൂരങ്ങൾ ഉരുട്ടാം. വലിയ ദൂരത്തിൻ്റെ വ്യാപ്തം ബൈ ചെറിയ ദൂരത്തിൻ്റെ വ്യാപ്തം. വലിയ ദൂരത്തിൻ്റെ വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ വ്യാപ്തം.
ഓക്കെ ആണ്. അപ്പോൾ ദ്രാവകം സോറി വലിയ ഗോളത്തിൻ്റെ ദ്രാവകമല്ല സോറി ദ്രാവകം നമുക്ക് ചോദ്യത്തിൽ അങ്ങനെ ഉണ്ട് 30 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ വലിയ ഗോളത്തിൻ്റെ ദ്രാവകം അത് 30 ഞാൻ വലിയ ഗോളത്തിൻ്റെ ദ്രാവകം അല്ല ദ്രാവകം 30 ആരെ വെക്കണം? 30ൻ്റെ പകുതി 15. അപ്പോൾ വലിയ ഗോളത്തിൻ്റെ ദ്രാവകം കാണുന്നത് എങ്ങനെയാ 4/3 അല്ലേ? എടാ അല്ലയോ ദ്രാവകം കാണുന്ന ഇക്വേഷൻ. അപ്പം 4/3 4/3 ഇൻറ്റു പൈ ഇൻറ്റു R³ എത്രടാ? 30ൻ്റെ പകുതി 15 ഓൾ ഡിവൈഡഡ് ബൈ ഓക്കെ ഓൾ ഡിവൈഡഡ് ബൈ. ഇനി ചെറിയ ഗോളത്തിൻ്റെ ഞാൻ ഒരു കാര്യം ചെയ്താൽ ഇങ്ങോട്ട് എഴുതാം. 6 വയ്യാത്തോണ്ടേ ഇങ്ങോട്ട് എഴുതാം. ഞാൻ 4/3 R³ ദ്രാവകം കാണുന്നത്. 4/3 ഇൻറ്റു പൈ അതുപോലെ R എത്ര? 15 ഓൾ ഡിവൈഡഡ് ബൈ എന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ ദ്രാവകമുള്ള ഗോളത്തിൻ്റെ ആരം ഈ ദ്രാവകത്തിൻ്റെ പകുതിയാണ്. അതാണ് 15. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി ചെറിയ ഗോളം 4/3 ഇൻറ്റു പൈ R³. അപ്പോൾ ചെറിയ ഗോളം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ ആരമാണ്. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5 വളരെ എളുപ്പമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം വെക്കടാ. ഇതും അത് പോയി പൈ പോയി. 15 5 കൂടെ വെക്കാം 3 പ്രാവശ്യം. 15 5 കൂടെ വെക്കാം 3 പ്രാവശ്യം. 15 5 കൂടെ വെക്കാം 3 പ്രാവശ്യം. അതായത് 3ൻ്റെ ക്യൂബ് 27. അതായത് ഈ എത്ര ചെറിയ ഗോളങ്ങൾ ഉരുട്ടാം? 27 ചെറിയ ഗോളങ്ങൾ നമുക്ക് ഉരുട്ടാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിച്ചു. വലിയ ഗോളത്തിൽ നിന്ന് ഉരുട്ടിയെടുക്കാൻ കഴിയുന്ന ചെറിയ ഗോളങ്ങളുടെ എണ്ണം വലിയ ഗോളത്തിൻ്റെ ദ്രാവകമല്ല, വലിയ ഗോളത്തിൻ്റെ ദ്രാവകം ബൈ ചെറിയ ഗോളത്തിൻ്റെ ദ്രാവകം. ഓക്കെയാണ്. എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും എത്താൻ പറ്റുമെന്ന ചാനൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, പ്രയോജനപ്പെടുത്തിയെടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ.